സോ യെസ്, നമ്മൾ കാത്തിരുന്ന രണ്ടുപേരും അതോടൊപ്പം എൻ്റെ ടീമുമായിട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാണ്. സോ സൂക്ഷ്മദർശിനിയായിട്ട് ആരൊക്കെയാ വരുന്നത് നമുക്കറിയാം, പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഫൈനലി ആരാണ് ഫസ്റ്റ് സ്റ്റേജിൽ ജോയിൻ ചെയ്യണം നോക്കാം. ആരായിരിക്കും? ആരാ ആരാ? നസ്രിയാണോ? യെസ്, നമ്മളെല്ലാവരും കാത്തിരുന്നു. നസ്രിയ, ഹലോ ഹലോ, ഹായ് ഹായ് ഹായ്, എല്ലാവരും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാണ്. ഹായ് ഹലോ ഹലോ, ഹായ് സർ. അപ്പോൾ ഇതാ നമ്മളോടൊപ്പം എൻ്റെ ടീം ആ സ്റ്റേജിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് നമ്മുടെ ഒരു കിടിലൻ കൈയ്യടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റേജ് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. സൂക്ഷ്മദർശിനി കണ്ട് നല്ല കിടിലനായിട്ട് ഞങ്ങൾ എല്ലാവരും നിങ്ങളെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ റെഡി, നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യമേ സൂക്ഷ്മദർശിനി കണ്ടതിന് ശേഷം ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത പോലെ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തു. അതിനൊരു ബിഗ് താങ്ക്സ് പറയാണ്. ഇവിടെ നിങ്ങൾ രണ്ടുപേരെടുത്തുമാണ് ഞങ്ങൾക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഇതെങ്ങനെ സാധിക്കുന്നു? നിങ്ങൾ തമ്മിൽ വഴക്കാണോ സ്നേഹത്തിലാണോ എന്ന് കൺഫ്യൂസ്ഡ് ആയി പോവാണ്. ഇൻ്റർവ്യൂസ് കാണുന്നതിൽ നിന്ന് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് ആയിരുന്നു. ഇപ്പം ഇരിക്കുന്നൊക്കെ ഞങ്ങൾക്ക് തോന്നിയായിരുന്നു, പക്ഷെ അതിൽ നിന്ന് നേരെ എക്സ്ട്രീംലി നല്ല ഫ്രണ്ട്സ് ആണെന്ന് തോന്നി. പക്ഷെ സിനിമ വന്നപ്പോൾ ഇൻ്റർവ്യൂ വെച്ച് ഞങ്ങളെ പറ്റിച്ചതാണോ എന്ന് ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു. നമ്മൾ കംപ്ലീറ്റ്ലി ഈ രണ്ട് കോമ്പോയുടെ ഒരു ത്രില്ലിങ് കോമഡിയൊക്കെ പ്രതീക്ഷിച്ച് പോയിട്ട് എൻറ്റയർലി ഡിഫറെൻറ്റ് മൂവിയാണ് നമ്മൾ കണ്ടതല്ലേ? യെസ്. അപ്പോൾ ബിസ്ലേട്ടാ, എന്താണ് ആദ്യം ഞങ്ങളടുത്ത് പറയാനുള്ളത്? മുൻകൂട്ട് വരും. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷമുണ്ട്. സിനിമ കണ്ടിട്ട് എല്ലാവരും നല്ല റെസ്പോൺസാണ്. നിങ്ങളെല്ലാവരും സിനിമ കണ്ടോ? അതിനിത്തിരി സൗണ്ട് കുറവുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും പോയി കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണണം. ഞങ്ങളെല്ലാവരും ഹായ് ഹായ്, എല്ലാവർക്കും നമസ്കാരം. എന്തായാലും പോയി കാണാം. നിങ്ങൾ ആരെയും നിരാശപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കില്ല. ഉറപ്പായിട്ടും സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ പറയുന്ന ഈ നിൽക്കുന്ന എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമയിലേക്ക്. എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര കയ്യടിയായിരുന്നു തിയേറ്ററിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നസ്രിയ ഓഫ് കോഴ്സ് നമ്മുടെ നായിക, എല്ലാവരും അവരുടേതായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിൻ്റെ ഡയറക്ടറാണെങ്കിലും റൈറ്റേഴ്സ് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫേഴ്സ്, മ്യൂസിക്, എല്ലാവരും അതിൻ്റേതായ രീതിയിൽ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു വലിയ ടീം വർക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു. സിനിമയുടെ പ്രൊമോഷൻസ് മുതലേ ഇതിൻ്റെ ഇൻ്റർവ്യൂസിന് മുതലേ നിങ്ങളുടെ എല്ലാവരും ഭയങ്കരമായിട്ടുള്ള ഒരു സപ്പോർട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമ ഇത്രയും വലിയ വിജയമാക്കി മാറ്റിയ നിങ്ങൾക്ക് എല്ലാവർക്കും, ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. സീരിയസ് ആയി, ഭയങ്കര സീരിയസ് ആണല്ലോ. ഇല്ലേ ഇല്ലേ, കുറച്ച് സീരിയസ്നെസ് കൂടിയില്ലേ? കുറച്ചൊരിത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ അതാ മുൻപോട്ട് നസ്രിയനും കൂടെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ്. ഈ രണ്ട് കോമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂസിൽ വന്ന് ഞങ്ങളെ പറ്റിച്ചതാണ്. ഞങ്ങൾ വിചാരിച്ചു ഫുൾ കോമഡി ആയിരിക്കുന്നത്, നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമായിരിക്കും സിനിമയിൽ നിന്ന്. പക്ഷെ ഞങ്ങൾ കണ്ടത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഫസ്റ്റ് നമ്മൾ ഓഡിയൻസിനോട് എന്താ പറയാറുള്ളത്? നമ്മൾ തമ്മിൽ ശരിക്കും സ്നേഹമൊക്കെ തന്നെയാണ്. ശരിക്കും സ്നേഹമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഹലോ ഹലോ, ഹായ്. വളരെയധികം സന്തോഷം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവസാനമായിട്ട് ഇവിടെ വരുന്ന എൻ്റെ ബ്രദറിൻ്റെ ഒരു പടത്തിൻ്റെ ലോഞ്ചിനായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെല്ലാവരെയും കണ്ട പോലത്തെ ഒരു ഫീൽ. പക്ഷെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എത്ര ബ്രേക്ക് എടുത്തിട്ട് വരുന്ന സമയത്തും ഐ ഫീൽ ഇറ്റ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ പടം കണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കാണാത്തവരെല്ലാവരും പോയി കാണാം. ഈ പറഞ്ഞ പോലെ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി സാറ്റിസ്ഫൈ യു. താങ്ക് യു താങ്ക് യു. നന്ദി മാത്രമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ, ശരിക്കും നല്ല ഇടിയും കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നോ? സിനിമ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയായിരുന്നോ ഒന്ന് പിടിച്ചിരിക്കാൻ? അങ്ങോട്ടാണ് അങ്ങനെ ഒരുപാട് ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പേ പറഞ്ഞു, നീ ഒരുപാട് വളവളവളാന്ന് പോയി അവിടെ പോയി മിണ്ടാൻ നിൽക്കില്ല, കുറച്ച് മയത്തിലൊക്കെ സംസാരിച്ചാൽ മതി. അതാ ഞങ്ങൾ നിങ്ങൾ അതാണ് അത്ര സീരിയസ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഇൻ്റർവ്യൂവിൽ കണ്ട രണ്ടുപേരും ഭയങ്കര ഇഷ്ടമായി ഇല്ലേ? നമ്മൾ അതൊക്കെ പ്രതീക്ഷിച്ചു എന്നൊക്കെ. ബട്ട് താങ്ക് യു. ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ സൂപ്പർ
ദൈവമേ എന്നോടൊന്നും എടുക്കൂട്ടോ, വേണ്ട. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല കേട്ടോ, നസ്രി ചെയ്ത ക്യാരക്ടേഴ്സിൽ എനിക്ക് തോന്നുന്നു ഒരു അമ്മ റൂളൊക്കെ നമ്മൾ ഭയങ്കര ചൈൽഡിഷ് ആയിട്ട് കണ്ടിരുന്ന ആൾക്ക് മാലോട്ടിക്ക് വന്നേ. ഹായ്, ഒരു ഹായ്. നല്ല സ്റ്റൈൽ മോളല്ലേ? അമ്മയെ പോലെ സ്റ്റൈലിഷ് മോളായിരുന്നു മാലോട്ടി. മാലോട്ടിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയിൽ അഭിനയിച്ചിട്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് മാറിയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് അവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്കൂളിലൊന്നും പോണ്ടല്ലോ, കട്ട് ചെയ്യാലോ. അതല്ല, എനിക്ക് ആ ഷൂട്ടിംഗ് സെറ്റിലുള്ളപ്പോൾ എല്ലാവരും ഉള്ളിൽ കൊണ്ട് കുറേ എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ എനിക്ക് എല്ലാ ടൈമും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ടൈമായിരുന്നു. അപ്പോൾ അവിടുന്ന് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അത്രയുള്ളൂ. ഇഷ്ടമായപ്പോ നസ്രീനെ എന്താ വിളിക്കാറ്? നെച്ചു. ആണോ? ബേസിലേറ്റിൽ എന്താ വിളിക്കാറ്? ഞാൻ ബേസിൽ തന്നെ വിളിക്കാറ്. തളർത്തി. യങ് ആണല്ലോ പുള്ളി, യങ് ആണ്. രണ്ടുപേരും ഒരേ ഏജ് ആണെന്നൊക്കെ, സെയിം ഏജ് ആണ്. ഓക്കെ, അപ്പോൾ ഞങ്ങളൊരു പാട്ടൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് മുൻപ് നമുക്ക് ബാക്കിയുള്ള എല്ലാവരും അടുത്ത് സംസാരിക്കാം. റെഡി? നായിക, ബേസിലേറ്റിലെ നായികേനെ കണ്ട സ്ഥിതിക്ക് നമ്മൾ നല്ലൊരു കൈഡി എടുക്കണ്ടേ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ മെറിൻ ഫിലിപ്പ്. സ്വപ്നദർശിനി എനിക്കിപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡെബ്യൂവിന് ശേഷം ഞാൻ ലൂലുവിൽ ഇതുപോലൊരു പ്രൊമോഷൻസിന് വേണ്ടി ആഫ്റ്റർ ഇയേഴ്സ് ഐ എം കമ്മിങ് ഹിയർ. അത് ഐ ഫീൽ വെരി പ്രൗഡ് ആൻഡ് ഇവരോടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ ഭാഗ്യമാണല്ലേ. എത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. നമുക്ക് മാളൂട്ടിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ? ആങ്കറിങ് ചെയ്യാനാണെന്ന് പറഞ്ഞു അല്ലേ? മാളൂട്ടിക്ക് ആങ്കറിങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. മാളൂട്ടി ആങ്കറിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അതിന് മുന്നേ നമുക്ക് ഒരു പാട്ട് പാടാം. മാളൂട്ടി വേണ്ടേ? ആരെങ്കിലും കൂടെ പാടണോ? മാളൂട്ടിക്ക് കൂടെ ആരെങ്കിലും പാടണോ? ബേസിൽ നന്നായിട്ട് പാടും. സോറി, ബേസിൽ നന്നായിട്ട് പാടും. ഓക്കെ. നാടിൻ നന്നാകണേ പൊന്നാകണേ മുത്തായവനെ എന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തു വെച്ച് രക്ഷകളി സമാനകളെ അണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ ഞാൻ വന്നാകും വെട്ടുമില്ല ഇരുളിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും சொல்ல ഇവനെ തൊഴുവാനായി നെഞ്ചിനക്കിടക്ക് കാലം എടുത്തു വച്ച സ്വർഗം പോലും അണ്ണനായി ഇല്ലുമിനാത്തി അണ്ണൻ തലനാടൻ കൊലമെല്ലുമിനാത്തി. നല്ലൊരു കൈഡി കൊടുക്കാം. चमड़ी चमकते उन्नत दिलेले देवानं मिरवतोय हक्कानं क्लब मध्ये ग्रेटिंग तर मराठी वाचणार आपल्या Thank you so much.